മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അവോക്കാഡോ വെച്ചിട്ടാണ് ഈ 3 റെസിപ്പിയും നമ്മൾ തയ്യാറാക്കുന്നത്. വെണ്ണപ്പഴം, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ അവോക്കാഡോയ്ക്ക് വേറെ പേരുകൾ പറയാറുണ്ട്. ആദ്യത്തെ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അവോക്കാഡോ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം വലിപ്പമുള്ള അവോക്കാഡോയിൽ 240 ഗ്രാം കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഗ്രാമോളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. അവോക്കാഡോ രണ്ടും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ നിന്നും ആ കുരു ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനകത്തുള്ള ഫ്ലഷ് മാത്രം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അവോക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം കൂടി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പാലും കൂടി ചേർക്കാം. ഒരുപാട് പാൽ ആദ്യം ചേർക്കരുത്, കുറച്ച് മാത്രം പാൽ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കുന്നതിനേക്കാളും ഹെൽത്തി ഹണി ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ 1-2 ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇത് കുറച്ച് തിക്കാണ്, അപ്പോൾ ഇത് കുറച്ചുകൂടി പാലും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണിയും കൂടി ചേർത്തിട്ടുണ്ട്. പാലും ഹണിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണുള്ളത്. ഇത് കുറച്ചും കൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടി ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി. ഇരിക്കുന്തോറും ഇത് കുറച്ചും കൂടി കട്ടിയായി പോകും. അപ്പോൾ നമ്മളിത് ആദ്യമേ തന്നെ എടുക്കുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് നട്ട്സ് അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഈ അടിച്ചെടുക്കുന്ന കൂടത്തിൽ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ നട്ട്സൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അവോക്കാഡോയും ബനാനയും പാലും അല്പം ഹണിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഹണിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഹണി മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവോക്കാഡോ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാനിലേക്ക് അല്പം ബട്ടറോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. 2 ബ്രെഡ് കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട ബുൾസൈ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നമ്മളൊന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ബോയിൽ ചെയ്ത മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. അവോക്കാഡോ എല്ലാം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുട്ടികൾക്കൊക്കെ നമ്മൾ അവോക്കാഡോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അവോക്കാഡോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്തിയുമാണ്, അവർക്കത് കഴിക്കാനും ഇഷ്ടമാകും. ഇത് നമുക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ല കൊളസ്ട്രോൾ കൂടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. മാത്രമല്ല ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ തുടങ്ങിയവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവോക്കാഡോ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതുകൂടാതെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും അവോക്കാഡോ കഴിക്കുന്നത് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പതിവായി അവോക്കാഡോ കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഫൈബർ ധാരാളമായിട്ട് അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇത് ദിവസവും കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും അതുവഴി വണ്ണം കുറയ്ക്കാനും നല്ലതാണ്. അതുകൊണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്രഭാത ഭക്ഷണമാണ് അവോക്കാഡോ ചേർത്ത ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് അവോക്കാഡോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരെണ്ണത്തിലേക്ക് നമ്മൾ വെക്കുന്നത് മുട്ട ബുൾസൈ അടിച്ചതാണ്. മറ്റേതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത മുട്ട സ്ലൈസ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. അവോക്കാഡോ നമുക്ക് വെറുതെ ആയിട്ടാണെങ്കിലും കഴിക്കാം, സാധാരണ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് പോലെ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും അങ്ങ് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ സാലഡായിട്ട് കഴിക്കാം. അതിനകത്ത് നമ്മൾ സാധാരണ സാലഡിൽ ചേർക്കുന്നത് പോലെ കുക്കുംബറും ടൊമാറ്റോയും ഒക്കെ ചേർത്ത് അതിൻ്റെ കൂടെ അവോക്കാഡോയും കൂടി ഇട്ടിട്ട് സാലഡ് ആക്കാം. അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുത്തതുപോലെ ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്കോ അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിന് കഴിക്കാവുന്നതാണ്.
അവക്കാഡോയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഫോളിക് ആസിഡ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഓലിക് ആസിഡും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അവക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ സിസ്റ്റോസ്റ്റിറോൾ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് മെമ്മറിയും പഠനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് അവക്കാഡോ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. ഞാനിവിടെ ഈ മുട്ടയുടെ മുകളിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.